സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള പ്രണയം പിന്നീട് ഉന്നത പഠനത്തിനായി ബംഗളൂരുവിൽ പോയപ്പോൾ ചിത്രപ്രിയ കാമുകനായ അലനുമായി അകലുന്നു. അതോടെ ചിത്രപ്രിയയ്ക്ക് മറ്റു ബന്ധമുണ്ടോ എന്ന സംശയം. പിന്നീട് അതേ തുടർന്നുള്ള കൊലപാതകം. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മലയാറ്റൂരിലെ വീട്ടിലെത്തിയ യുവതിയെ കൊലപ്പെടുത്തിയതോടെയാണ് പ്രണയപ്പകയുടെ ഞെട്ടിപ്പിക്കുന്ന കഥ പുറത്തു വന്നത്. കല്ലുകൊണ്ട് ആക്രമിച്ച് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 മാസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. മലയാറ്റൂരിലെ 19-കാരി ചിത്രപ്രിയ കഴിഞ്ഞ ഡിസംബർ 9-നാണ് നക്ഷത്ര തടാകത്തിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് 4 ദിവസം മുൻപ് കാണാതായ ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ ചിത്രപ്രിയയുടെ ആൺസുഹൃത്തായ കാരടി സ്വദേശി അലനെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പോലീസ് പിന്നീട് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയും അലനും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് അലന്റെ ശല്യം സഹിക്കാതെ മാറ്റി നിർത്തിയെങ്കിലും അയാൾ ചിത്രപ്രിയയെ വിടാതെ പിന്തുടർന്നു. ഒടുവിൽ നാട്ടിലെത്തിയപ്പോൾ ആസൂത്രിതമായി മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനടുത്ത് എത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുറ്റപത്രം. മരണം ഉറപ്പാക്കിയ ശേഷം അലൻ കടന്നു കളഞ്ഞു. പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും പ്രേമനൈരാശ്യത്തിൽ ആസൂത്രിതമായി നടത്തിയ കൊലയെന്നും പോലീസ് പറയുന്നു. 200 പേജുള്ള കുറ്റപത്രത്തിൽ 167 സാക്ഷികളാണുള്ളത്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.